നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ ഏഴര ശനി ദോഷം മാറുമ്പോൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവർക്ക് കിട്ടുക എന്നാണ്. ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണുള്ളത്. മാർച്ച് 29, 2025 ശനി കുംഭൻ രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ ശനി നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് മാറും. 3-ലുള്ള ശനി നിങ്ങൾക്ക് ശനിദോഷമില്ല. അതുകൊണ്ട് തന്നെ ശനിയുടെ പോസിറ്റീവ് ഫലം പറഞ്ഞാൽ ശുഭഫലം നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങും. ഒപ്പം നിങ്ങൾക്കുണ്ടായിരുന്ന 7.5 വർഷമായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ 7.5 ശനിദോഷം മുഴുവനായിട്ട് നിങ്ങളുടെ മാറിക്കിട്ടും. നിങ്ങൾക്കുണ്ടായിരുന്ന മാനസിക ടെൻഷൻ, ദുഃഖങ്ങൾ, തടസ്സങ്ങൾ, നെഗറ്റീവ് ചിന്തകളൊക്കെ മാറിത്തുടങ്ങും. എന്നിട്ട് ബുദ്ധിയും അറിവും വർദ്ധിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് സൗഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. ദീർഘകാലമായിട്ട് മുടങ്ങിയ നിങ്ങളുടെ ജോലി അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. തെറ്റും ശരിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് നല്ല മാറ്റങ്ങളുണ്ടാകും. തൊഴിൽ പുരോഗതി വർദ്ധിക്കും. ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ അതുപോലെ ശമ്പള വർധനവിനൊക്കെ അനുകൂലമാണ്. ഒപ്പം നിങ്ങൾക്ക് നല്ല അംഗീകാരങ്ങൾ കിട്ടും. ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടാൻ അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, വ്യാപാരികൾക്കൊക്കെ സാമ്പത്തിക ലാഭം വർദ്ധിക്കും. കലാരംഗത്തെ, രാഷ്ട്രീയത്തിൽ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ നല്ല പുരോഗതി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല തീരുമാനമെടുക്കാൻ പറ്റും. ജോലിസ്ഥലത്തെ മേലധികാരികളുടെ മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. അതുപോലെ ഉപരിപഠനത്തിന്, വിദേശ പഠനത്തിന്, റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ ആഗ്രഹം നടക്കും. അതുപോലെ മത്സര പരീക്ഷകളിൽ, ഇൻ്റർവ്യൂയിലൊക്കെ വിജയിക്കാൻ സാധിക്കും. പിന്നെ വസ്തു വാഹന ഭാഗ്യം, അതുപോലെ വീട് പണിയൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് തുടങ്ങാൻ സാധിക്കും. പിന്നെ അതുപോലെ പകുതിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വീട് പണിയാണെങ്കിൽ അതൊക്കെ മുഴുവനാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ വിവാഹം നടക്കാത്ത ആളുകൾക്ക് നല്ല വിവാഹാലോചനകളൊക്കെ കിട്ടാൻ തുടങ്ങും. വിവാഹ ഭാഗ്യം, അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രേമ വിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ്. സന്താന ഭാഗ്യം, സന്താന സുഖം വർദ്ധിക്കും. അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം വർദ്ധിക്കും. പഴയ കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ മാറിത്തുടങ്ങും. മറ്റുള്ളവർ കാരണമുണ്ടായ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ വസ്തു വാങ്ങാൻ, വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം നടക്കും. പിന്നെ കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്ന്, അതുപോലെ ഭൂമിയിൽ നിന്ന്, വസ്തുവിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും. ഒപ്പം തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. ശത്രുക്കൾ മാറിക്കിട്ടും. കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾക്ക് മനോധൈര്യം വർദ്ധിക്കും. അതുപോലെ കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. സാമ്പത്തിക പുരോഗതി നിങ്ങൾക്കുണ്ടാകും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്